മാന്ത്രിക പാരമ്പര്യമുള്ളവരാണ് ഈ മന്ത്രവാദ ക്രിയകൾ എല്ലാം ചെയ്യുക. മന്ത്രവാദ രംഗത്ത് കേരളത്തിൽ ധാരാളം സമ്പ്രദായങ്ങൾ നിലവിലുണ്ട്. ബ്രാഹ്മണരുടെ സമുദായങ്ങളിൽ മാത്രമല്ലാതെ മറ്റുള്ള പല സമുദായങ്ങളിലും മാന്ത്രിക പാരമ്പര്യങ്ങൾ ഇന്നും നിലനിന്നു പോരുന്നു. മാന്ത്രിക വിദ്യയിൽ പല സമുദായക്കാരുമുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അവരിലുള്ള കുറച്ച് സമുദായക്കാരുടെ പേരുകൾ പരിചയപ്പെടാം. അവരിൽ പ്രധാനപ്പെട്ടവരാണ് അടിയാൻ, പണിയർ, കുറുമർ, വേലൻ, കണിയാർ, പുലയൻ, പറയൻ, പാണർ, മലയർ, വണ്ണാൻ, മണ്ണാൻ, കുറിച്യർ തുടങ്ങിയ പല സമുദായക്കാരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മാന്ത്രിക പാരമ്പര്യം ഉള്ളവരാകുന്നു. മാന്ത്രിക വിദ്യകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷഡ്കർമ്മങ്ങളെ പറ്റിയാകട്ടെ ഇന്നത്തെ ശ്രീരഹസ്യത്തിൻ്റെ ചിന്താവിവരണം. മന്ത്രശാസ്ത്ര വിജ്ഞാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 കർമ്മങ്ങളാണ് ഷഡ്കർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷഡ്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 വിധികളനുസരിച്ചാണ്. രാജസമായും താമസമായും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്രകാരത്തിൽ ചെയ്യുന്നത് അവരുടെ ഉപാസനാസിദ്ധിക്ക് ഹാനികരമാകുന്നു. നാം നമ്മളുടെ ഉപാസനാ ദേവതകളെ കൊണ്ടാവും ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാറുള്ളത്. ഈ ഉപാസനാ ദേവതകളെ കൊണ്ട് ഇപ്രകാരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഉപാസകൻ്റെ അഥവാ സാധകൻ്റെ സർവശക്തിയെയും ഇല്ലാതാക്കുന്ന കർമ്മമാണ് ഇവയെല്ലാം എന്നതുകൂടി നാം അറിയണം. രാജസമായും താമസമായും ചെയ്യുന്ന കർമ്മങ്ങളാണ് ഞാൻ മുകളിൽ വിവരിച്ചത്. എന്നാൽ സാത്വികമായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ചില ബാധാമൂർത്തികളെ സന്തോഷിപ്പിച്ച് അയക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് സാത്വിക കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോജനമെന്നുള്ളത്.